കണ്ടു കണ്ടു മതി. സ്കേറ്റിംഗ് ഷൂ ഓടിക്കാൻ അറിയോ? സ്കേറ്റിംഗ് ഷൂ ഓടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പഠിക്കാം. വീണ കുഴപ്പമൊന്നുമില്ല ചേട്ടാ. വീണാലും പഠിക്കാൻ അറിയോ? അപ്പൊ വാങ്ങട്. നീ ഇവിടെ നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അമ്മ സ്കേറ്റിംഗ് ഷൂ എടുക്കണ്ടിട്ടാ. അമ്മ സ്കേറ്റിംഗ് ഷൂ എടുക്കണ്ടിട്ടാ. എന്തിനാ സ്കേറ്റിംഗ് ഷൂ? എന്തിനാ പിന്നെ കളിക്കണ്ടേ? ഇതൊക്കെ ഇട്ടിട്ട് കാര്യം കയ്യൊക്കെ വീഴും പോളെ. വീണിട്ടല്ലേ ഇത് പഠിക്കണ്ടേ? സുട്ടൂല് ഇത് കിട്ടുമ്പോ വീണിട്ടല്ലേ പഠിച്ച് പഠിച്ച് വന്നത്. അച്ഛന് പണിയൊന്നുമില്ല, പണി കുറവാ മഴ ആയതുകൊണ്ട്. ഇതൊന്നും ഇട്ടെന്റെ മക്കൾ ഇപ്പൊ കളിക്കണ്ട. ഞാൻ കളിക്കൂ. ഇന്ന് ഞാൻ പോവാ. ടീമിനാരൊക്കെ ഫസ്റ്റ് ആള് കയ്യും കാലൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാലേ ഇതൊക്കെ അച്ഛൻ വന്നിവിടെ വന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ നീ പറയേണ്ട വരൂട്ടാ. ഇത് വീണിട്ടല്ലേ പഠിക്കണ്ടേ? ഇങ്ങനെയല്ലേ ഇരുന്നേ? രണ്ട് കാലിലിരുന്നേ. കളിക്കാനും മഴ പെയ്തില്ലേ? ഈ നശിച്ചു മഴയെ കൂടെ ശല്യവാ. മഴ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇട്ടാ കേറുന്നെങ്കിലും അമ്മയുടെ ചീത്ത കേൾക്കില്ല. നനഞ്ഞത് മഴയത്ത് കിടന്ന് കളിക്കണ്ടാവുന്ന എന്റെ മക്കളെ ഇവിടെ എല്ലാം കളിക്ക വിറ്റത് കിട്ടുന്ന ഇതാക്കുക. ഇതിന് വല്ല ടൈറ്റ്സ് ഇട്ടാക്കോ അല്ലെങ്കിൽ നല്ല നല്ല മിനുസുള്ള റോഡൊക്കെ ഇട്ടിട്ട് കളിക്കുക. ആ ഉപയോഗിച്ചോ. പക്ഷെ ഈ മഴ മാറി ആ റോട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ രണ്ടുപേരും പക്ഷെ അത് വണ്ടി വരുമ്പോ മാറി നിൽക്കണം. ചെയ്തോ അല്ലെങ്കിൽ മഴയും കഷ്ടപ്പാടും എന്താണേ ചെയ്തോ. എനിക്കൊന്നും പറയാനില്ല. അതിന്റെ ചീത്ത കേൾക്കുമ്പോഴേ അത് നല്ല കുട്ടികളായിക്കോളും. ഒന്നും പറയാനില്ല. അച്ഛൻ വരുമ്പോഴേക്ക് കൂട്ടാൻ വെക്കട്ടെ ഞാന്. അറിയാലും കുഴപ്പമില്ല, കോറിയാലും കുഴപ്പമില്ല. നമ്മുടെ ടൈലുള്ളത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലേ. അമ്മ അതെ കാലൊടിയോ? കാലൊടിയാണെങ്കിൽ ഓടിയട്ടാ. ഊരാൻ പറ്റില്ലടാ. ആ ഊരി. അയ്യോ എന്റെ ഊരാൻ പറ്റില്ലടാ. ഊരിത്തന്നടാ. ഊരട വേഗം. എനിക്ക് ഇത് ഓടിക്കാറില്ല. No, 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 no. അപ്പുറത്തേക്ക് പോയിണ്ട്. അറിയോ പറഞ്ഞു ഞാന്. പക്ഷെ കേക്കണ്ട രണ്ടാളും ചേട്ടനെ നീത്തിയും എല്ലായിടത്തും വീട് കൈയും കാലടി അതാ കണ്ണിയാണ്ടോന്നൊന്നും ആർക്കും പറ്റണ പരിപാടി അല്ല അത്. എവിടേക്ക് പോയിക്കണെന്ന് ചേട്ടൻ കാര്യം ചേട്ടൻ പോയി നോക്കോ. ഞാനേ കാര്യം ഒരു ആയിട്ടില്ല. ഒന്ന് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടായോ. അല്ലെങ്കിൽ കഷ്ടകാല പണിയില്ല മഴയും തേങ്ങ മണി കാണിക്കണെങ്കിലും നിങ്ങളെ കൊണ്ടൊന്നും പറ്റിയത് ഊരിടാത്. എങ്ങനെ ആ ഊരിയ നിമ്മത്തെ വീട് കയ്യും കാലും ഒടിഞ്ഞിട്ട് ബാക്കിയുള്ള കൊണ്ടുപോകാൻ ടൈലൊക്കെ കൂടിയതാ. ആ നമ്മുടെ ടൈലല്ല ഇത്. ഞാൻ വേസ്റ്റ് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ സിറ്റത്ത് വന്നിട്ട് ടൈല് പോകും. ഞാൻ വെട്ടി പൊളിച്ച് കത്തിക്കളയുന്ന വരില്ലോ.
മേടിച്ചതെന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി മേടിച്ചതിന് നിങ്ങൾക്ക് ഇതിപ്പോ ഓടി വന്ന് ഇതുപോലത്തെ സ്മൂത്തുള്ള സ്ഥലത്തൊന്നും ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കാൻ പാടില്ല കൈയും കാലും ഓടിയും. അപ്പൊ ഇതിന് എവിടെ ഇട്ടിട്ട് ഓടിക്കണ്ടേ? തലയുടെ മുകളിലാ. അമ്മ പറഞ്ഞു ഇവിടെ നിങ്ങൾ കൂറിയത് കണ്ട നീ കൂറിയത് കണ്ട ആരെ മേടിച്ചു കൊടുക്ക കൂറി കഴിഞ്ഞാ വാ 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 മതി മതി കേറ്റിങ് എന്റെ അമ്മേനെന്ന് ഞാൻ ശരിയാക്കി തരാം. അമ്മയ്ക്കൊന്ന് പണി കിട്ടുക. അത് പേടിക്കുന്ന വേണം കുട്ടി, അത് സ്ഥിരല്ലെന്ന്. അമ്മയ്ക്ക് അത് ചീട്ടേക്കണ കേട്ടില്ല. ആ രണ്ടെണ്ണത്തിന് കിട്ടിയാ? ആരാണ്ടത്തിന് കിട്ടി കെട്ടിമറിച്ച് വീണാ അവിടെ ഇതൊക്കെ കോറി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പരാതിയായിട്ട് വരും. നീ എന്നെ തൊക്കി ഉണ്ടാക്കി, നീ എന്തിനാ തൊക്കി എടുത്ത് പച്ചകള് കൊടുക്കാൻ പോയാ കണ്ടിന് കിട്ടണ്ടേ? ചേട്ടാ ഞാൻ പറഞ്ഞതാ ചേട്ടാ, കേട്ടാ? സമാധാനായി നിങ്ങക്ക്? ചീത്തയപ്പോ സമാധാനായി? ഞാൻ അപ്പ എന്നോട് പറഞ്ഞല്ലേ? പറഞ്ഞല്ലേ? ചിരിക്കാനൊക്കെ ആ ടിവിയില് കൊച്ചു ടിവിയിൽ കണ്ടുകൂടാ കുട്ടൂസ? കൊച്ചു ടിവിയിൽ കണ്ടുകൂടാ നിനക്ക്? അമ്മ സീരിയല് ഞാൻ അടക്കളയിലെ ചേട്ടാ, എനിക്കൊരു സീരിയല് കാണാൻ നേരെ കൂട്ടാൻ വെക്കണ്ടേ? അല്ലേന്റെ കയ്യില് 10 പേജിനകത്ത് വീട് പറയും ആൾക്കാരൻ ആ ടൈല് കോറി അതിന്റെ ആൾക്കാര് വന്നു കഴിഞ്ഞാൽ ആ ടൈല് ആര് മേടിച്ചു കൊടുക്കാം? പറയും ആരെ മേടിച്ചു കൊടുക്കാനാ? ദൈവമേ ടൈലിന് വലുത് പറ്റിണ്ടാ? ഒന്നും പറ്റില്ല. അവിടെ ചെന്ന് നോക്കുന്നത് യൂണിയനെ വരെ കൊണ്ട് തോറ്റു. ഇതേ ആ മോളിന്റെ പിള്ളേർക്ക് എടുത്തു കൊടുത്തോട്ടാ. അവർക്ക് ഇതാക്കറിയാം. നമ്മള് വീണ് കൈയും കാലും ഒടിഞ്ഞ് ഒന്നാമത് അത് പ്രാക്ടീസ് ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല. അയ്യോ ഇളിഞ്ഞ ശരി. ഒന്നാമത് അത് പ്രാക്ടീസ് ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല. കൈയും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഒടിയേ ഉൾക്ക് എന്തെങ്കിലും ഉണ്ടാവും. കേക്കിന്റെ പൊടി മോള് പറയണ്ടേ? ആ സമയം കൊണ്ട് ആ 4 അക്ഷരം പഠിച്ചു നോക്കിയേ രണ്ടാളും.